ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബേർഡ് സാഞ്ചുറിയിലേക്ക് പോവുകയാണ്. അതായത് ഓസ്ട്രേലിയയിലെ തന്നെ രണ്ടാമത്തെ ബേർഡ് സാഞ്ചുറിയിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു വിശദാംശങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് എൻ്റെ കൂട്ടത്തിൽ ഇന്നുള്ളത്. ഒന്ന് നമ്മുടെ ജിതേഷാണ്. ജിതേഷ്, ഹായ്. ഹായ്. അപ്പോൾ ജിതേഷിനെ നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് ജിതേഷ് ഉണ്ട്. അതായത് നമ്മുടെ ബിഗ് ഡെസേർട്ടിൽ പോയ ഓഫ് റോഡ് വീഡിയോയ്ക്കകത്ത് ജിതേഷ് ഉണ്ട്. ജിതേഷ് ഓസ്ട്രേലിയ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പം ജിതേഷാണ് ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി എന്നോട് പറയുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു ബേർഡ് സാഞ്ചുറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് രാജൻ. ഹലോ രാജൻ. രാജനും ഞാൻ സെക്കൻഡ് ടൈമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഓഫ് റോഡിന് അല്ലേ നമ്മൾ പോയിട്ടുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ പറഞ്ഞ ബേർഡ് സാഞ്ചുറി കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. വാച്ച് ആൻഡ് എൻജോയ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പോയിന്റ് വിൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നല്ല ഗ്രാമാന്തരീക്ഷമാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതെല്ലാം ഈ കൃഷിയിടങ്ങളാണ്. മെൽബൺ സിറ്റിക്ക് അടുത്തുള്ള, അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കറിയാം, നമ്മൾ ജിലോങ്ങിന് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്ഥലമെല്ലാം കൂടിയാണ് നമ്മൾ പോകുന്നത്. ജിതേഷ്, അപ്പോൾ അന്നേരം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞേ. ഇത് എന്താണ് സംഭവം? നമ്മൾ ഇപ്പോൾ ജിതേഷിനെ കുറിച്ച് നിങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയാണ് ഇത്? ഈ പ്രദേശം മെൽബൺ വാട്ടറിന്റെ കീഴിലുള്ളതാണ്. ഓക്കെ. മെൽബൺ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ മെൽബൺ വാട്ടർ അതോറിറ്റിയുടെ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണിത്. വെസ്റ്റേൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മെൽബൺ വെസ്റ്റേൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് സെർച്ച് ചെയ്താലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിലെ 2ാമത്തെ വലിയ ബേർഡ് സാങ്ച്വറി ആണ്. കാക്കഡു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഓസ്ട്രേലിയയിലെ നോർത്തിലുള്ള ഡാർവിൻ സൈഡിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ വലിയ ബേർഡ് സാങ്ച്വറി ആണ്. 300-ലധികം സ്പീഷീസ് ബേർഡ്സ് ആണ് ഇവിടെ ഈ ഒരു സ്ഥലത്തുള്ളത്. 110 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് ഇതുള്ളത്. അപ്പോൾ ഇത് പൂർണ്ണമായും ഇത് മെൽബൺ വാട്ടറിന്റെ കീഴിലായത് കാരണം നമ്മുടെ പ്രവേശനത്തിന് അവരുടെ അനുമതി വേണം. അപ്പോൾ 2 രീതിയിലുള്ള അനുമതിയാണ് ലഭിക്കുന്നത്. ഒന്ന്, നമുക്ക് 2 വർഷത്തേക്കുള്ള പെർമിറ്റ് കിട്ടും. പെർമിറ്റ് എന്ന് പറയുമ്പോൾ അവർ ഇതിന്റെ ഗേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള താക്കോല് നമുക്ക് തരും. അതിന് $70 2 വർഷത്തേക്കുള്ള ഫീസും പിന്നെ $50 അതിന്റെ അത്രേ ഉള്ളൂ. $50 അതിന്റെ ഡെപ്പോസിറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 1 ദിവസത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് വരേണ്ടതെങ്കിൽ വെറീബി സൂവിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ പെർമിറ്റ് എടുക്കാം. വെറീബി സൂവിൽ നിന്ന് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ $20 ആണ് പെർ ഡേ നിങ്ങൾ പേ ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം. അപ്പൊ ആ താക്കോല് നമ്മൾ തിരികെ അവിടെ വെറീബി സൂവിൽ ഏൽപ്പിക്കണം. സൂവിനകത്തിൽ നമ്മൾ അവിടെ സൂവിന്റെ ഓപ്പറേറ്റിംഗ് ടൈമിനുള്ളിൽ അത് തിരികെ ഏൽപ്പിക്കണം. നിങ്ങളുടെ കയ്യിൽ 2 വർഷത്തെ പെർമിറ്റ് ആണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇവിടെ സമയം ചെലവഴിക്കാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സ്നേക്കിന്റെ പ്രസൻസ് ധാരാളം ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഈ ബേർഡ്സ് ഒക്കെ ധാരാളം ഉള്ളതുപോലെ തന്നെ മറ്റ് ആനിമൽസും ഉണ്ട്. കുറുക്കനെ അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ സ്നേക്സ് ധാരാളം പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിനുള്ള ആ രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരിക്കണം. ബെർമുഡ അങ്ങനെയുള്ള ഷോർട്സ് ഒക്കെ ഒഴിവാക്കുക. പരമാവധി ജീൻസ്, അതുപോലെ തന്നെ ഷൂസ്, അങ്ങനെയുള്ള ഷൂസൊക്കെ ധരിക്കുക. ബേഡിങ് ഇതിന്റെ ബേഡ്സിന്റെ നെസ്റ്റിംഗ് ഒക്കെ താഴെ തന്നെ ഗ്രൗണ്ടിലും വളരെ നമുക്ക് കയ്യെത്താവുന്ന അകലത്തിലൊക്കെ ബേഡ്സിന്റെ നെസ്റ്റ് കാണും. അപ്പോൾ അതിനൊന്നും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിലായിരിക്കണം നമ്മളവിടെ പ്രവേശിക്കുകയും അല്ലെങ്കിൽ അവിടെ അത് സന്ദർശിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നല്ലേ അത് നമ്മുടെ ബേ അല്ലേ? കടലിങ്ങനെ കയറി കിടക്കുന്നതാണ് അല്ലേ? കൊള്ളാലോ. ഇത് പക്ഷേ ഇവിടെ മെൽബണിൽ മലയാളികൾ ഇത്ര നാളായിട്ട് എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ മറ്റേ ഇവിടുന്ന് വരേണ്ടി വന്നു ഇതൊന്നും അറിയാനായിട്ട്. ഏത് ദുബായിന്ന്? അതുകൊണ്ടാ. യെസ്. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഫോട്ടോഗ്രാഫിയിലൊക്കെ കമ്പം ഉള്ളതുകൊണ്ട് അല്ലേ? അങ്ങനെയാണ് അത് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ.
ആദ്യത്തെ ഗേറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓ ശരി. അവിടെയൊക്കെ കാണുന്ന ഈ വാഹനങ്ങള് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും മിക്കവാറും. ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു പാരഡൈസ് ആണിത്. ഓക്കെ 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 ഓക്കെ. ഈ ബേർഡ്സിനെ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ഒരു കുറെ സാധാരണ ഇതില് അവിടെ നല്ല ബേർഡ്സ് കാണുന്ന ഒരു സ്ഥലമാണ്. തിരിച്ചു വന്നിട്ട് ഇതുവഴിയാണ് നമ്മൾ അകത്ത് മെയിൻ ഏരിയയിലേക്ക് പോകുന്നത്. ഓക്കെ ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. ഓക്കെ, എന്താ ഭംഗി. ഇവിടെ വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ബേർഡ്സ് ഇഷ്ടംപോലെ. ഇവിടെ ഇതുണ്ടോ, അത് ബ്ലാക്ക് സ്വാൻ ആണ് നിൽക്കുന്നത്. ഇവിടെ ബ്ലാക്ക് സ്വാൻ നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക അല്ലേ. അടിപൊളി. അപ്പോൾ ഇതുപോലെ 300-ൽ പരം സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത്. അതെ, ആ ലേക്കിനകത്ത് നിറച്ച് പക്ഷികൾ ഇരിപ്പുണ്ട്, പല ടൈപ്പ് ബേർഡ്സ്. ഓ, ഇതാണ് ഗേറ്റ് നമ്പർ 1. ഓക്കെ. അപ്പോൾ ജിതേഷ് അതെ ആ താക്കോലുമായിട്ട് ഈ താക്കോലാണ് എല്ലാ ഇതിന്റെ ഒരൊറ്റ താക്കോലാണ്. ഓ ശരി. ഇങ്ങനെയുള്ള ഒരു താക്കോലാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടുന്ന്. അത് താഴെ ഇട്ട് പൂട്ടിയേക്കുവാ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിത് ഈ പൂട്ട് വീണ്ടും പൂട്ടിയിട്ട് വേണം. ഓക്കെ. ഇത് കണ്ടോ, വെൽക്കം ടു വെസ്റ്റേൺ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. യു ആർ നൗ എൻ്ററിങ് ദ കൺസർവേഷൻ ഏരിയ ഓഫ് ദ വെസ്റ്റേൺ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇതേണ്ട തുറന്ന പോലെ തന്നെ സംഗതി പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ പൂട്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിനിങ്ങനെ റോഡിന് ഓരോ നമ്പറുകളാണെന്ന് തോന്നുന്നു അല്ലേ. ഓസ്റ്റിൻ റോഡ്, ഗേറ്റുകൾ. ഓക്കെ. വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിന്റെ ഗേറ്റുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഇത് ഒരു മെയ്സിനകത്ത് അകപ്പെട്ടതിന്റെ കൂട്ട്. ഈ പ്രദേശമല്ല, ഇവിടെ അത്രയും പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഈ ലേക്കുകളേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ മറുവശത്ത് അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലേക്കുകളുള്ളത്. ഓക്കെ. അവിടെ വരുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകളെ കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മെയ്സിനകത്ത് അകപ്പെട്ടതിന്റെ കൂട്ട് നമ്മൾ കിടന്ന് ചുറ്റിക്കറങ്ങി. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഏതാണ്ട് തവളയാണ്. ഇവിടെ ഒരു പിന്നെ ഗ്രീൻ ഇഷ്ടംപോലെ സ്നേക്ക് ഉണ്ട്. അത് കാരണം വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ. സ്നേക്കുകളുടെ പ്രസൻസ് നന്നായിട്ടുള്ള ഒരു സ്ഥലമാണ്. ടൈഗർ സ്നേക്ക് അല്ലേ. ടൈഗർ സ്നേക്ക് ധാരാളം ഉണ്ട്. ടൈഗറും ഈസ്റ്റേൺ ബ്രൗണും ഉണ്ട്. ആണോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള എമർജൻസി മാർക്കറുണ്ട്. അപ്പോൾ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ മാർക്കർ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ആൾക്കാർ ഇവിടെ ഒരുപാട് 300ഓളം ബേഡ്സ് ഉണ്ടെങ്കിലും നമ്മളെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്രോൾഗ എന്ന് പറഞ്ഞ ഒരു ബേഡാണ്. ഈ ബ്രോൾഗയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ അല്ല ഇന്ത്യയിലുള്ള സാരസ് ക്രെയിൻ എന്ന് പറഞ്ഞ ഈ കൊക്കിന്റെ ഇനത്തിൽപ്പെട്ട ഏറ്റവും വലിയ ബേഡുകളൊന്നാണ് സാരസ് ക്രെയിന്. അപ്പൊ അതിനെ കാണാനാണ് നമ്മൾ ഭരത്പൂരൊക്കെ, ഈ രാജസ്ഥാനിലെ ഭരത്പൂരൊക്കെ ആൾക്കാർ പ്രധാനമായും പോകുന്നത്. അതിന്റെ ഒരു അതേപോലെ ശരിക്കും പറഞ്ഞാൽ ലുക്കലേക്ക് എന്ന് പറയുന്ന ഒരു അതേ രൂപത്തിൽ തന്നെയുള്ള ഒരു സാധനമാണ് ബ്രോൾഗ. ബ്രോൾഗ ഈ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ്. അതിനെ ധാരാളമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉണ്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇഷ്ടം പോലെ കിളികൾ കേട്ടോ. എന്തുമാത്രം ഇതെല്ലാം ബ്ലാക്ക് സ്വാൻ ആണ്. അതുപോലെ പിന്നെ ഓറഞ്ച് ബെല്ലീഡ് പാരറ്റ് എന്ന് പറഞ്ഞൊരു ബേഡ്, അത് ഇതുപോലെ പിന്നെ അധികം കാണാത്തൊരു ബേഡാണ്. ശരി. അതിനെയും അതിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, ഇവിടെ ഒരു കൂട്ടം കിളികളാണ് അവിടെ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഒരു കൂട്ടം കിളികൾ. അത് എന്തായിരിക്കും ജിതേഷ്? ഇത് പല ഇനമുണ്ട്. അത് പിന്നെ ഇഷ്ടംപോലെ കിളികൾ ഇരിക്കുന്ന അടിപൊളിയല്ലേ. അവരിങ്ങനെ ഒരു ലൈനിൽ അവിടെ എന്തോ സാധനം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കാനായിട്ടല്ലേ. ചെറിയ എന്തോ ഒരു തിട്ട പോലെ ഉണ്ടെന്ന് തോന്നുന്നു, അതെല്ലാം ഇരിക്കുന്നത്. അത് ടീൽസ്, ചെസ്റ്റ്നട്ട് ടീൽസ് ഉണ്ട് അവിടെ. പിന്നെ റെഡ് നെക്കഡ് സ്കിൻഡ് ഉണ്ട് ഇടയ്ക്ക് പാറപ്പുറത്ത് കയറിയിരിക്കുന്നത്.
ഇവിടെ എവിടെ നോക്കിയാലും കിളികളാണ് കേട്ടോ, പല ടൈപ്പ്. ഇത് ബേർഡ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കേട്ടോ എന്തുമാത്രം നോക്കി. ആഹാ, ഏത്? ഇതാണ് ബ്രോൾഗ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇത് എപ്പോഴും അങ്ങനെ കാണുന്നതല്ലെന്നാണ് പറഞ്ഞത്. ജിതേഷ് ഒരു ചെറിയ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അല്ലേ, ഒരു ചെറിയൊരു ക്യാമറ, വലിപ്പമില്ല, അതിൻ്റെ ലെൻസിൻ്റെ നീളമേ. അത് കൊള്ളാം. ഇതൊക്കെ നമ്മുടെ കൂടുതൽ വരണം അല്ലേ? അതെ, പതുക്കെ പോയിട്ട് എടുത്തോ. പതുക്കെ അതിൻ്റെ അടുത്തോട്ട് പോകാൻ നോക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പാമ്പ് ഇഷ്ടം പോലെ ഉണ്ടെന്നാ പറഞ്ഞല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പാമ്പ് വരും. കഴിച്ചപ്പോൾ നമ്മൾ അത് പറന്നൊന്നും പോകുന്നില്ല. അദ്ദേഹം ജിതേഷ് അത്രയും അടുത്ത് ചെന്നിട്ടും അത് പറന്നു പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രോൾഗ അല്ലേ? ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും കിളികളെ വേറെ എങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. കിളികളുടെ ഒരു പർദീസ്. അത് മുഴുവൻ കടൽ തീരമാണ്, കടലാകത്തെ ആ കാണുന്നത്. അപ്പോൾ കടലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ പറഞ്ഞ സംഭവം. നെസ്റ്റ് ഒക്കെ ഇവിടെ വരുമല്ലോ. ഇപ്പൊ ചെറിയ മരങ്ങളിലൊക്കെ നെസ്റ്റ് കാണും. അതുപോലെ ഡോഗ്സ് അലൗഡ് അല്ല ഇവിടെ. ഈ ബ്ലാക്ക് സാമൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇവിടെ പെലിക്കനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പെലിക്കനെ കാണാം അല്ലേ? ഇതൊരു അടിപൊളി സംഭവമാണ്. വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബേർഡ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് പാരഡൈസ്. അതെ 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 അതെ. ഇവിടെ ഇങ്ങനെ ചിറയായിട്ട്, നമ്മുടെ നാട്ടിലെ ചിറ എന്ന് പറയുന്ന പോലെ ചിറകളായിട്ട് ഉണ്ടാക്കി ഇട്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തങ്ങ് പോയാൽ മതി. ഇതിനകത്ത് നിറച്ച് ഇഷ്ടം പോലെ. അതെ, ഇത് കേട്ടോ. അതെ 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 അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കയറുന്ന ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആ ലൊക്കേഷനിലേക്ക് മാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് തെറ്റത്തില്ല. ഞാൻ എല്ലാ ഗേറ്റുകളും മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മാപ്പ് വെച്ചിട്ട് ആ മാപ്പും ഗൂഗിൾ മാപ്പായിട്ട് വെച്ച് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ അതിനകത്ത് ഓരോ ഗേറ്റുകളും. ഇതിപ്പം 4-wheel ഡ്രൈവ് വേണമല്ലോ ഇതിൽ പോകണമെങ്കിൽ. അതൊരു ഫാൽക്കൺ അല്ലേ? അതിന്റെ കാലയിൽ എന്തോ. ഓ അത് ശരി. മുയൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. 4-wheel ഡ്രൈവ് വേണമെന്നില്ല. ചില സ്ഥലത്ത് പോകാനായിട്ട് 4-wheel ഡ്രൈവ് വേണം. മിക്കവാറുള്ളതെല്ലാം തന്നെ നമ്മുടെ 2-wheel കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല മെയിൻറ്റൈൻഡ് അല്ലേ? പിന്നെ അധികം ആൾക്കാർ വരാത്തത് കൊണ്ട് ഈ പറഞ്ഞ വലിയ അതിന്റെ ഇതില്ല. ഓക്കെ. അപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അടുത്ത ഒരു
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. ഇതിന്റെ അപ്പുറം അവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ കടലാണ്. കടലിന്റെ അടുത്തേക്കാണ് നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡ് കടലിൻ്റെ സൈഡാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതങ്ങ് കിലോമീറ്റേഴ്സ് അല്ലേ. ഇവിടെ കുറേ കിളികളെ കാണാം, ചെറുത്. അതെ, സ്പിറ്റ് നാച്ചുറൽ റിസർവ് എന്ന് ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവലോൺ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് അല്ലേ. ഇത് ആ കാണുന്ന ആവലോൺ എയർപോർട്ട്. ആ, അത് എൻ്റെ അടുത്ത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എരണ്ട ഇതോടോ. ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും കിളികളെ വേറെ എങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. കിളികളുടെ ഒരു പരദീസയാണ്. ഈ UK ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇഷ്ടംപോലെ ലേക്കുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു മെൽബണിലെ ഒരു ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് വേണേൽ പറയാം. അതുപോലെ ലേക്കുകളാണ് അല്ലേ. എവിടെ നോക്കിയാലും ഇവിടെ ഇഷ്ടംപോലെ ലേക്കുകളൊക്കെ. അങ്ങനെ നമ്മളിത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗേറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, പാരഡൈസ് റോഡ്, റൈൻ സ്വാമ്പ്, ലേക്ക് ബോറി, ബേർഡ് ഹൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു റോഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറയാം. അപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ നമ്മളത് ആ ഗേറ്റ് കടന്ന് ഇങ്ങനെ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഒരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. അന്നേരം എന്തേണ്ട അടുത്ത ഗേറ്റ് ആണെന്ന് തോന്നുന്നു അത് അല്ലേ. ഇതിങ്ങനെ തുറന്ന് അകത്ത് കയറി പോകണം അല്ലേ. അത് അവിടെ റാബിറ്റൊക്കെ ഓടുന്നുണ്ട്. 6 ഗേറ്റ് നമ്പർ 6 തിന്നാനായിട്ട് വരും അല്ലേ. അതിന്റെ ഏറ്റവും വലിയ ശത്രു വേറെ ബേഡ്സ് ഒന്നും അതിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അത് ഇവരുടെ സംരക്ഷിത ഇനത്തിൽപ്പെട്ടതാ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ലിറ്റിൽ റിവർ ബേർഡ് ഹൈഡ്. അതെ, ഇപ്പോൾ ഒരു മൊയിൽ അങ്ങോട്ട് പാസ് ചെയ്താൽ ആണ്ട് പോണു മൊയിൽ ഇഷ്ടം പോലെയാണ്. അതുപോലെ ഇതിനകത്ത് കുറുക്കനുണ്ട് കേട്ടോ. ഇത് ഒരു വാസ്റ്റ് ഏരിയ കേട്ടോ. മൊയിലായിട്ടും കിളിയായിട്ടും എല്ലാം ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. അതെ
ഒരു ഫാൽക്കൺ. അതെ ആണോ, അതങ്ങനെ നിൽക്കുകയാണ്. ഇത് ഇവിടം വരെ ഉള്ളതെന്ന് തോന്നുന്നല്ലേ. ഇതിൻ്റെ എൻ്റെ ഇനിയിപ്പോൾ കടലല്ലേ. സ്റ്റോപ്പിംഗ് ഏരിയ 100 കിലോമീറ്റർ 100 മീറ്റർ. അങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ തോന്നുന്നു അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്തിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേർഡ് ഹൈഡ്. ഇവിടുന്ന് അങ്ങ് നോക്കി കഴിഞ്ഞാൽ കടലാണ് അല്ലേ. ഓ അതാണ്ടോ നിൽക്കുന്നത് പെലിക്കൻ. അവിടെ നിൽപ്പുണ്ട് പെലിക്കൻ. ഇത് നമ്മുടെ ഈ സാധാരണ അവിടെ നമ്മുടെ ആ ക്രാണ്ടൻ്റെ അപ്പുറത്തൊരു പുഴയിൽ മിക്കവാറും അവിടെ ഉണ്ട് പെലിക്കൻ ഉണ്ട്. ഇതിനകത്ത് കയറി നിന്ന് ബേർഡ്സിന് നമ്മളെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ബേർഡ്സിനെ നിന്ന് കാണാനുള്ള ശരി. ഓ ഇതിങ്ങനെ തുറക്കുമല്ലേ ഇത്. എന്നിട്ട് നിങ്ങളിവിടെ ക്യാമറ വെച്ചിട്ട് പയ്യെ ഇതാണ് പരിപാടി. നോക്കിയേ, ഇതുണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ബേർഡ്സിൻ്റെ ചിത്രങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലേ. മിക്കവാറും ഉള്ള ബേർഡ്സ് ഇവിടെ എന്തൊക്കെ ബേർഡ്സിനെ കാണാമെന്നുള്ളത്. ജിതേഷ് എല്ലാം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല അല്ലേ. ഇവിടെ നോക്കിയാൽ അറിയാം. നമ്മൾ ഈ ഒരു സ്ഥലത്താണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതോ ഇതെല്ലാം തടാകങ്ങളാണ്. ഇങ്ങനെ ഓരോ കളങ്ങൾ കാണുന്ന ഇത് മുഴുവൻ തടാകങ്ങളാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുണ്ട് നിരവധി ഇതോ തടാകങ്ങളുടെ ഒരു ഇതൊരു അടിപൊളി ഏരിയയാണ്. അതിൽ കുറച്ച് എന്തൊക്കെയോ ഇരിപ്പുണ്ട്. പിന്നെ കോർമറന്റ്. എന്നത് കോർമറന്റ്? കോർമറന്റ്. ഓക്കെ. പാടങ്ങളിലൂടെ പോകുന്ന പോലെ അല്ലേ, കുട്ടനാട്ടിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു പ്രതീതി. ശരിയല്ലേ? അവിടെ മഴ ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ എരണ്ടയാണ് ഇരിക്കുന്നത്. എരണ്ട
ഗൈസ് അങ്ങനെ നമ്മൾ എന്നാ പറയുന്നത് ഒരു കുമരകത്തിലൂടെയൊക്കെ പോകുന്ന പോലെ കുമരകത്ത് പടിഞ്ഞാറ് അങ്ങോട്ടങ്ങ് പോകുന്ന പോലെ ഒരു പ്രതീതിയാണ്. ആലപ്പുഴക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിയുന്നത് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് അങ്ങ് ദൂരെ മെൽബൺ സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതോടെ അങ്ങ് ദൂരെ മെൽബൺ സിറ്റി. സിറ്റിയുടെ ബിൽഡിങ് അങ്ങ് ദൂരെ കാണുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ കിളികളുടെ ഒരു മഹനീയ ശേഖരമാണ് കേട്ടോ. ഇഷ്ടം പോലെ കിളികളുടെ ഒരു രക്ഷയില്ല. നോക്കിയാൽ ഇത് മാത്രം നോക്കിയാൽ നമ്മുടെ എവിടെയാ തേക്കടിയിലൊക്കെ അല്ലേ തേക്കടി ചെല്ലുന്ന ഒരു പ്രതീതിയുണ്ട്. മരക്കുറ്റികൾ നാട്ടിൽ തേക്കടി മാത്രമേ ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ കൂടാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കൂട് പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് മസ്ക് ഡക്ക്, ഹൊറേ ഹെഡഡ് ഗ്രേബ്, പിങ്ക് ഡക്ക്, അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. അതെല്ലാം ഓരോ പെലിക്കൺ ഓരോ കൂടിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മീൻസ് ഇവർ കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്യൂട്ടി. അതെ അത് പോകും. അത് ഇറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് കുറേ ഉണ്ടല്ലോ. ഒന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ. ഗൈസ് ഒന്നും ആയിട്ടില്ല. ഇത് കേട്ടോ അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ പടർന്ന് അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഇത്ര 110 സ്ക്വയർ കിലോമീറ്റർ. ഈ ഓഫ് റോഡിൻ്റെ ഒരു അസുഖമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള വഴി കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് പോകാൻ തോന്നുമല്ലേ. ഇവിടെ ഒത്തിരി ചത്ത് കിടപ്പുണ്ട് കേട്ടോ. ഫാൽക്കണൊക്കെ ശരിയാ. പിന്നെ ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വഴി ഉണ്ടാക്കി പോവാ കേട്ടോ. 4 വീൽ ഡ്രൈവായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാരണ കാറുകൾക്കൊന്നും ഇതിലേ വരാൻ പറ്റത്തില്ല. അതെ ഇത് ഈ ഒരു സംഭവം അല്ലേ. ഇത് നല്ല രസമല്ലേ. പുല്ലിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ടല്ലേ. റിസോർട്ടിൻ്റെ ഒക്കെ സൈഡ് പോലെ ഉള്ള
മാത്രം. ബ്ലാക്ക് സ്വാൻ ഇതുപോലെ കാണുന്നത് ആദ്യമായിട്ട്. ദൂരം ബ്ലാക്ക് സ്വാൻ. വാ, അങ്ങ് കിടക്കുകയല്ലേ. വലിയ സിംസൺ ഡെസേർട്ടിൽ പോകുമ്പോൾ മറ്റേ ഫ്രഞ്ച് ലൈനിൽ കൂടെ പോകുന്ന പോലെ അങ്ങ് കിടക്കുന്നു. ഒയ്യോ, ഇഷ്ടം പോലെ അല്ലേ. അത് കടലില്ല ആക്ച്വലി. വാ, ഇതല്ലോ ഗൈസ്, എന്ത് മാത്രമാണെന്ന് നോക്കി. ബ്ലാക്ക് സ്വാൻ, കോർമറൻ്റെ ഗൈസൊക്കെ നോക്കി. ഇത് മുഴുവൻ ബ്ലാക്ക് സ്വാനാണ്. നോക്കി എന്ത് മാത്രമാണ് നോക്കി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്തിട്ട് കടലിലേക്ക് വെള്ളം ഇങ്ങനെ തള്ളുന്ന, അതായത് മെൽബണിൽ നിന്നുള്ള സ്യൂവേജിലെ വാട്ടറൊക്കെ ഇവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കടലിലേക്ക് തള്ളുന്ന ഒരു ഏരിയ ആണിത്. പക്ഷെ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതുകൊണ്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ. ആ ചെറുത് മുഴുവൻ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. വാ, ഇതൊരു അടിപൊളി സീനാണ്. എനിക്ക് എന്ത് രസമാണെന്ന് നോക്കി അത് കാണാനായിട്ട്. ഭംഗിയല്ലേ, അടിപൊളിയല്ലേ. ആഹാ, ബ്യൂട്ടി. അങ്ങനെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ കടൽ തീരത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കിളികളുടെ ഒരു മായ ലോകം കേട്ടോ. ബ്ലാക്ക് സ്വാന്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് പെലിക്കൻ ഇങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ആയിട്ട്. എത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് നോക്കി. അടിപൊളിയല്ലേ ഇത് കേട്ടോ. മാഷുമാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗംഭീര സ്ഥലം അല്ലേ? നിങ്ങളിതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ്. ഏതൊക്കെയാലും താങ്ക്സ് എ ലോട്ട്. ഇതുപോലൊരു സ്ഥലം ഏതൊക്കെയാലും മെൽബണിലെ മലയാളികൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചത് അല്ലേ? അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഏതൊക്കെയാലും താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മെൽബണിലുള്ള മലയാളികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരാം. ഈ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഇഷ്ടംപോലെ പക്ഷികളെ എല്ലാം കണ്ട് നമുക്ക് വലിയൊരു ഡ്രൈവാണ്. ഇതൊന്നും ആയിട്ടില്ല, നമ്മളിപ്പോൾ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, എന്നിട്ട് ഇത്രയും കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇതുപോലെ വേറെ നിരവധി ഇങ്ങനെ ലേക്കുകളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി വെറ്റ്ലാൻഡാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ ഗുഡ് ബൈ. താങ്ക് യു.